ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. കുടുംബ ജീവിതത്തെക്കുറിച്ചാണ് പങ്കുവെക്കുന്നത്. കുടുംബ ഇമ്പം, കുടുംബം അല്ലേ? കുടുംബം എന്ത് വേണം? ഇമ്പം വേണം. കൂടുമ്പോൾ ഇന്ന് ഭൂകമ്പമാണ് പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തമാശക്ക് പറഞ്ഞൊന്നുമല്ല, ഒത്തിരി കേസുകൾ ഇങ്ങനെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വേറെ പുറത്തൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷേ വീട്ടിലേക്ക് വന്നാലാണ് ഭയങ്കര പ്രശ്നങ്ങൾ. വീടുമായിട്ട് ബന്ധപ്പെട്ട് പ്രഭാഷകൻ്റെ പുസ്തകം 25-ാം അധ്യായം 1-2 വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയം 3 കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. ഏത് കാര്യങ്ങളിൽ? 3 കാര്യങ്ങളിൽ. അതേതൊക്കെയാണ്? സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പരമുള്ള ലയം. ഈ 3 മേഖല ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് ആനന്ദമാണോ ഉള്ളത്, ആഹ്ലാദമാണോ ഉള്ളത്, അല്ലെങ്കിൽ ദുഃഖമാണോ, കഠിന ദുഃഖമാണോ ഉള്ളതെന്ന് ഒരാളുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാകും. അതായത് സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ് എന്ത് വേണം? യോജിപ്പ് വേണം. എല്ലാം തികഞ്ഞ സഹോദരനും സഹോദരിയും ആർക്കും ഇല്ല. പക്ഷേ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ? പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അതിനെ കാപട്യം എന്ന് പറയും അല്ലേ? അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് അയൽക്കാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം. അതായത് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, യു ക്യാൻ സെലക്ട് യുവർ ഫ്രണ്ട്സ് ബട്ട് യു കനോട്ട് ഫൈൻഡ് യുവർ നെയ്ബേഴ്സ് എന്ന് പറയും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരാരൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാൻ, തീരുമാനിക്കാൻ ഒക്കെ പറ്റും, വേണോ വേണ്ടതെന്ന്. പക്ഷേ നിങ്ങളുടെ ആരാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ തീരുമാനിക്കുമ്പോഴേക്കും ചിലപ്പോൾ അവർ വിറ്റ് പോയിരിക്കും, അല്ലെങ്കിൽ മാറിപ്പോയിരിക്കും, വേറെ ആൾക്കാർ വന്നിരിക്കും. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. നമ്മളും ഇനി പോയി പെടുന്നത് എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ എനിക്കിതുപോലത്തെ പല സംഭവങ്ങളും അറിയാം. കുടുംബക്കാരെ കൂടി വഴക്കിട്ട് കഴിഞ്ഞപ്പോൾ വീടും വിറ്റുപോയി, ഒരു സ്ഥലത്തും പോയിട്ട് ഇഷ്ടപ്പെടാനില്ല. അവസാനം കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന കാശ് എല്ലാവരും പറഞ്ഞു വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. വാടകയൊക്കെ താമസിച്ചു, പണയത്തിന് താമസിച്ചു. അവസാനം മനസ്സിന് പിടിച്ച ഒന്നും കിട്ടാതെ വന്നപ്പോൾ അവസാനം കിട്ടിയത് മേടിച്ചു. അവിടെ പോയ സ്ഥലത്തതിനേക്കാൾ വലിയ പ്രശ്നം. ഇവിടെ ഒരു പണി ചെയ്യാൻ വേണ്ടി ഒരാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ അമ്മോ പോയതിലും വലുതാ അനുഭവിച്ചതെന്ന് പറയും. അപ്പം നമുക്ക് എല്ലാവരെയും പൊരുത്തപ്പെടാൻ, അല്ലെങ്കിൽ എല്ലാം ക്രമീകരിച്ചിട്ട് ഒരിക്കലും നടക്കത്തില്ല. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. ക്ഷമിക്കുകയും പൊറുക്കുകയും സഹിക്കുകയും എല്ലാം ചെയ്യണം. അയൽവക്കക്കാരുടെ പ്രശ്നമാണ് ഈ പറയുന്നത്. നമ്മൾ ഉൾക്കൊള്ളുന്നവരുണ്ടാവും, ഉൾക്കൊള്ളാത്തവരുണ്ടാകും. നമുക്കിങ്ങനെ അവരെവിടെയെങ്കിലും പോകണമെങ്കിൽ പോണ വഴി മുഴുവൻ പരവതാനി വിരിച്ചിട്ട് നമുക്ക് ആർക്കെങ്കിലും പോകാൻ ശരിയാക്കാൻ പറ്റുമോ? അതേസമയം നമ്മുടെ കാലിൽ ചെരുപ്പ് ഇട്ടിട്ട് പോകും. ഇനി ചെരുപ്പിലെടുക്കായാൽ എന്ത് ചെയ്യും? അത് കഴുകിക്കളയും. അല്ലാതെ ചെരുപ്പൊന്നും ഊരി ആരും വലിച്ചെറിഞ്ഞ് കളയാറില്ലല്ലോ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവൻ ശരിയായിട്ട് ഒരു കാര്യവും ചെയ്യാനും ഇറങ്ങാനും വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. നമ്മുടെ വയറാന്ന് പറയുന്നത്, അവരുടെ അല്ല. ചിലരൊക്കെ ഉണ്ട് ഇങ്ങനെ വരും, മാനസിക രോഗികളെ പോലെ ആയിത്തീർന്ന സംഭവങ്ങളും കേസുകളും. അയൽക്കാരെന്താ ചെയ്യുന്നത്, എന്താ പറയുന്നത്, അവരെന്താ പറഞ്ഞത്, ഭയങ്കര വിശ്വാസിയും ഭർത്താവും ദൈവം എന്നൊക്കെ പറയും. പക്ഷേ ചുറ്റും താമസിക്കുന്ന വിജാതിയരുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അന്വേഷിച്ച് നടക്കുന്നവരും, അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ നാവിൽ നമ്മുടെ ചെവി കൊണ്ടുപോയി വെച്ചിട്ട് ജീവിത നൈരാശ്യത്തിൽ അസംതൃപ്തിയായിട്ട് ജീവിക്കുന്നവർ, അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ കയറി പിടിക്കുന്നവർ. അപ്പോൾ അതുപോലെ മൂന്നാമത്തെ കാര്യമാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള, പ്രഭാഷകൻ 25:1-2 ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പരമുള്ള ലയം. മുഖ്യമന്ത്രിക്ക് ഫുട്ബോൾ കളി ഉദ്ഘാടനം ചെയ്യാൻ പറ്റും കൊടിയൊക്കെ വീശി, പക്ഷെ ഗോളടിക്കണമെങ്കിൽ ആര് തീരുമാനിക്കണം? കളിക്കാർ തന്നെ തീരുമാനിക്കണം. ഇതുപോലെ തന്നെയാണ് ഭാര്യാഭർത്തൃ ജീവിതത്തിൽ കൂടെയുള്ളവരുടെയൊക്കെ അപ്പനായാലും അമ്മയായാലും അമ്മായിയപ്പനായാലും അമ്മായിയമ്മയായാലും ആങ്ങളായാലും പെങ്ങളായാലും കൂട്ടുകാരായാലും അയൽവാസികളായാലും ബെസ്റ്റി ആയാലും. ഇതിപ്പോൾ ബെസ്റ്റി എന്നും പറഞ്ഞൊരു റോളുണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്. പലരും ചരടുവലി നടത്തും പല കുടുംബങ്ങളിലും. അപ്പോൾ അതൊന്നും പോരാ, അവിടെ വേറെ ആർക്കും റോളില്ല. കടമുറിയുടെ അവിടം വരെയും വരാം, പക്ഷെ അകത്തോട്ട് ആരാ തീരുമാനിക്കേണ്ടത്? ഭാര്യയും ഭർത്താവ്. ദമ്പതികളുടെ കാര്യങ്ങളിൽ കൈകടത്താൻ വേറെ ആർക്കും അധികാരമില്ല. ഞാൻ വളർത്തിയിട്ടാ ഇത്ര ആയത്, ഞാൻ കാരണമാണ് ഇത് പഠിച്ചത്, ഞാൻ കാരണം ഈ ജോലി കിട്ടിയത് എന്നും പറഞ്ഞിട്ട്
അങ്ങനെയൊക്കെ അവകാശവാദം ഉന്നയിച്ച് അവിടെ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ കടമയാണ്. മേരിക്കൊണ്ടൊരു കുഞ്ഞാടെന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപ് നായകനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അമ്മ എപ്പോഴും പറയും ഇങ്ങനെ, ഞാൻ 10 മാസം ചുമന്നിട്ടാണ് നീ ഇങ്ങനെയെന്നും പറഞ്ഞിട്ട്. അവസാനം അദ്ദേഹം പറഞ്ഞ്, ഈ നായകൻ പറയുന്നു, ഒരു കൊട്ട കൊണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞു, അമ്മ ഇതിൽ കയറിയിരുന്നോ, ഞാൻ 10 മാസം ചുമന്ന് എങ്ങനെയെങ്കിലും ഈ കടം തീർക്കാം, ചുമന്ന് തന്നെ തീർക്കാമെന്ന്. അപ്പം ഇതുപോലെ അവകാശവാദവും പ്രഖ്യാപിച്ച്, ഞാൻ വളർത്തിയിട്ടാ, ഞാൻ കഷ്ടപ്പെട്ടിട്ടാ, ദൈവത്തിൻ്റെ ദാനമാണ് മക്കളെന്നാണ് 127-ാം സങ്കീർത്തനം. ഇത് തിരിച്ചറിയണം. അത് നമ്മുടെ കടമയാണ്, നമ്മുടെ കടമകളാണ് നമ്മൾ നിറവേറ്റിയത്. അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളോടുള്ള ഒരു അപേക്ഷയാണ്, മക്കളെ നിങ്ങൾ വിട്ടുകൊടുക്ക്, അവരെ ജീവിക്കാൻ വേണ്ടി അനുവദിക്കും. ഒരു ദമ്പതികൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ ഇതാണ്, പള്ളിയിലേയും കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടി മഴയായതുകൊണ്ട് മണവാളിനും മണവാട്ടി കോടയും ചൂടി പോയത് അപ്പനും അമ്മക്കും ഇഷ്ടപ്പെട്ടില്ല. വന്നിട്ട് അമ്മായിയമ്മ തല ആട്ടിക്കൊണ്ട് പോയി, വീട്ടിലോട്ട് വാന്നും പറഞ്ഞാണ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ സംഭവം. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾ, മുട്ട വറുത്തത് കരിഞ്ഞു പോയതിൻ്റെ പേരിൽ, മഴ പെയ്തപ്പോൾ തുണി എടുത്തിടാൻ മറന്നുപോയതിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ ഓരോരോ പൊട്ടിത്തെറികൾ. അതുപോലെ അമ്മയേക്കാൾ മരുമകൾ സുന്ദരിയ, ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും പിടിച്ച് നിൽക്കാൻ. എല്ലാവരും മരുമകൾ സുന്ദരിയ എന്ന് പറയുമ്പോൾ ഈ സൗന്ദര്യത്തെ പ്രതി ഒത്തിരി കുത്തു കിട്ടിയിട്ടുള്ള ഈ അമ്മക്ക് അല്ലെങ്കിൽ അമ്മായിയമ്മക്ക് ഇത് സഹിക്കാൻ വേണ്ടി പറ്റും. ഇനി അമ്മയും മോളും ആണെങ്കിൽ പോലും ഇത്തിരി സഫർ ചെയ്യേണ്ടി വരും. കാരണം സുന്ദരിയായ മകൾ ഉള്ളിടത്ത് അപ്പോൾ അസൂയ എന്നൊക്കെ പറഞ്ഞ സാധനം എല്ലാവർക്കും ഉണ്ട്. അത് മനസ്സിലാണെങ്കിൽ പ്രഭാഷകൻ്റെ പുസ്തകം 40-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി സമയമുള്ളപ്പോൾ. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് തുലനം ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഭാര്യ ഭർത്തൃ ജീവിതം, കുടുംബജീവിതം അതെത്ര സുന്ദരം, ശാശ്വതം സമർപ്പിതം മഹത്വപൂരിതം. കുടുംബജീവിതം അതെത്ര മോഹനം. ദൈവമേകും മക്കൾക്കായി ജീവനേകിടാം, ജീവിതങ്ങൾ പങ്കിടും പവിത്രമണ്ഡലം. എരിഞ്ഞു തീരുമെങ്കിലും പ്രശോഭ തൂകിടും, നെയ്വിളക്ക് പോലെ ഈ പ്രഫുല്ല ജീവിതം. കുടുംബജീവിതം അതെത്ര സുന്ദരം, ശാശ്വതം സമർപ്പിതം മഹത്വപൂരിതം. കുടുംബജീവിതം അതെത്ര മോഹനം. സമർപ്പണ മനോഭാവം വേണം, വിട്ടുവീഴ്ച വേണം. വിവാഹ ജീവിതം വിജയിക്കാനുള്ള ഒരു കൃപ, മത്തായി 19:11 കൃപ ലഭിച്ചവർക്കല്ലാതെ ആർക്കും ഇത് മനസ്സിലാവുകയില്ല. വീണ്ടും അടുത്ത പോയിന്റ്, പ്രഭാഷകന്റെ പുസ്തകം 36-ാം അധ്യായം 28 മുതൽ 30 വരെ. അവളുടെ ഭാഷണം വിനയവും സൗമ്യതവും നിറഞ്ഞതാണ്, എങ്കിലും അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ്. ആരുടെ ഭർത്താവാണ്? ഇത് ഇപ്പം കേൾക്കാം. ഭാര്യയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു ബ്രദറെ വേറെ ഒന്നും വേണ്ട, നമ്മുടെ അവളുണ്ടല്ലോ പാവം, കാല് കഴുകി വെള്ളം കുടിക്കണം എന്ന് പറയുന്നവർ. വേറെ ചിലർ പറയാറുണ്ട് വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി, ഒരു കുടുംബം രക്ഷപ്പെടണോ നശിക്കണോ, വേറെ ഒന്നും വേണ്ട. ഭർത്താവ് എങ്ങനത്തെ ആട്ടെ, മുൻചുണ്ടിക്കാരന്, അഹങ്കാരിയ, തനിഷ്ഠക്കാരന, എടുത്തിയാട്ടക്കാരന, എനിക്ക് എത്രയോ കേസുകൾ അറിയാമോ. ഇത് ഏകപക്ഷീയമായിട്ട് സംസാരിക്കുകയല്ല. പല സ്ത്രീകളും വിചാരിച്ച എത്ര തകർന്ന കുടുംബങ്ങളും, എത്ര തകർന്ന അല്ലെങ്കിൽ എത്ര വഴിപിഴച്ച പങ്കാളിയായാലും ശരിയാക്കിയെടുക്കാനായിട്ട് പങ്കാളിയാട്ടെ, മക്കളാട്ടെ, തിരുസഭാ ജീവിതത്തിൽ പോലും പറഞ്ഞു തരാൻ വിശുദ്ധ റീത്ത പുണ്യവതി ഉണ്ട്, വിശുദ്ധ മോനിക്ക പുണ്യവതിയുണ്ട്. അവിടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ ഇതുപോലെയുള്ള ചരിത്രങ്ങളും അനുഭവങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഭാര്യയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അതായത് സ്ത്രീയാണ് ധനം, സ്ത്രീധനമല്ല. കാര്യമൊക്കെ പറയുമെങ്കിലും കാര്യത്തോടടുക്കുമ്പോഴേക്ക് എന്നാലെന്നും പറഞ്ഞൊരു നിപ്പുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരുടെ ജാതിയും മതവും വർഗവും ലിംഗവും പാരമ്പര്യമൊക്കെ അനുസരിച്ച് സമ്പത്ത് ഏകദേശം സമാന രീതിയുള്ള അല്ലെങ്കിൽ ചവിട്ടിത്തേക്കുന്ന അവസ്ഥകൾ
ഒത്തിരി ബുദ്ധിമുട്ടുകളായിരിക്കും. കാര്യങ്ങളിൽ ചേർന്ന് പോകുന്ന ഏകദേശ സാമ്പത്തിക സ്ഥിതികൾ, വിദ്യാഭ്യാസ സ്ഥിതികൾ, അതൊക്കെ നോക്കുന്നത് നല്ലതാണ്. പക്ഷേ പണത്തിന് അമിത പ്രാധാന്യം കൊടുത്താൽ, ഇവിടെ വചനം പറയുന്നു, ഭാര്യയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അവളെ അവൻ്റെ തുണയും താങ്ങും അവൾ തന്നെ. തുണയാണ്, അവൻ്റെ താങ്ങാണ് അവൾ തന്നെ. വേലിയില്ലാത്ത, കഴിഞ്ഞ ദിവസം ഞാനൊരു വചനം പോസ്റ്റ് ചെയ്തപ്പോൾ ആർക്കോ കലിപ്പ് കയറിയിട്ട് അതിൻ്റെ തൊട്ട് താഴെ മെസ്സേജ് ഇട്ട്, ഇണയല്ല, ഉൽപ്പത്തി 2:18, മനുഷ്യൻ ഏകനായിരിക്കും നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അപ്പോൾ ദേഷ്യം കയറിയിട്ട് ഇണയല്ല തുണയാണെന്നും പറഞ്ഞിട്ട് ഉള്ള രീതിയിൽ ഇട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇവിടെ പറയുകയാണ്, അവൻ്റെ തുണയും താങ്ങും അവൾ തന്നെ. ഇവിടെ തുണ എന്നാണ് പറയുന്നത്, ഇണയും തുണയും ആയിക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൾ തന്നെ. വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും. അപ്പോൾ ഇതുപോലെ തന്നെയാണ്. വേലി കെട്ടിയിട്ടില്ലെങ്കിൽ കരക്കാർ കയ്യേറി അല്ലെങ്കിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടും, അവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല. ഇതുപോലെ ഭാര്യയില്ലാത്തവൻ നെടുവീർപ്പെട്ടുകൊണ്ട് അലഞ്ഞ് നടക്കും. സമയത്ത് കല്യാണം കഴിക്കാതെ കല്യാണം അന്വേഷിച്ച് നടന്ന് വന്നത് മുഴുവൻ കുറ്റം കണ്ടുപിടിച്ച് ഉറപ്പിക്കും, വിട്ടുകളയും. അപ്പടി ഡൗട്ടാണ്. അവസാനം പ്രായം കഴിഞ്ഞു. അപ്പോൾ എന്നോടൊരു വ്യക്തി പറഞ്ഞ ഇതാണ്, ഈ വ്യക്തി മൂലം ഒത്തിരി അസ്വസ്ഥ ഒരാൾക്കുണ്ടായപ്പോൾ എന്നോട് പറഞ്ഞ ഇതാണ്, ഇവൻ എവിടെ പോയാലും മറ്റുള്ളവരെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സമയത്ത് കല്യാണം നടക്കാത്തതിൻ്റെ ഭ്രാന്ത്. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ ഈ വാക്കാണ്, വേലി ഇല്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും. എവിടെ പോയാലും സ്ത്രീവിരോധിയാണ്. പെണ്ണുങ്ങളെ കുറ്റം കണ്ടുപിടിച്ചിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ നിലയില്ലാത്തടത്ത് മുങ്ങിയിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ആ ലെവലിൽ വരുന്നതിനേക്കാൾ ലെവൽ കൂടിയ പെൺകുട്ടികളെ പ്രേമിച്ച് ചതിക്കപ്പെട്ട, വിശ്വസിച്ച് അദ്ദേഹം വഞ്ചിക്കപ്പെട്ട, അവർ കളിപ്പിച്ചതാകോ ഇദ്ദേഹം എത്താത്ത കൊമ്പിൽ കൂട് കെട്ടി എന്ന് പറഞ്ഞതുപോലെ എത്താത്തടത്ത് കയറി പിടിച്ച് അവർ റിയാലിറ്റി. അപ്പോൾ ജീവിതം അങ്ങനെയല്ലല്ലോ, അവരിട്ടിട്ട് പോയി. കല്യാണത്തിലേക്ക് പോയില്ല, പ്രേമത്തിൽ പലതവണ പൊളിഞ്ഞ അവസ്ഥ. ആത്മാർത്ഥമാണെന്ന് വിചാരിച്ചു, ഇന്നും ഒരു പെണ്ണിനെയും വിശ്വാസമില്ല. തൊലി വെളുത്തതിനെയും പഠിപ്പ് കൂടിയതിനെയൊക്കെ നോക്കി നടന്നിട്ട് അവനവൻ്റെ 10ാം ക്ലാസ്സുകാരൻ വലിയ ലെവലുള്ളവരെ നോക്കി നടന്നിട്ട് കാര്യമുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്ന കാര്യങ്ങളുണ്ട്. എപ്പോഴും അവനവൻ്റെ ലെവലിൽ ചേർന്ന് പോകുന്നത് നോക്കുന്നതായിരിക്കും. നമ്മളാരാ? പലരും പല ഡിമാൻഡുകളും പറയുമ്പോൾ നമ്മുടെ ലെവൽ എന്താണെന്ന് ഒരുത്തൻ പറഞ്ഞ ഇതാണ്, നല്ല മുടിയുള്ള പെണ്ണായിരിക്കണം, അതായിരിക്കണം. ഞാൻ നിൻ്റെ തലയിൽ 11 മുടി ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അവനവൻ്റെ കുറവെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഇതെല്ലാം പോകും. ഒന്നും വേണ്ടെന്നും പറഞ്ഞ് സുന്ദരീനെ കെട്ടി, ജീസസ് യൂത്തുകാരനാ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ പക്ഷേ ജീസസ് യൂത്ത് കുഴപ്പമാണെന്നല്ല പറയുന്നത്, നല്ലത് തന്നെ. നല്ല ഭക്തിയിലൊക്കെ നടക്കുന്നവൻ സുന്ദരി ആയ മാത്രം മതി എന്നും പറഞ്ഞ്, സുന്ദരിയാണ്, പഠിപ്പുണ്ട്, പക്ഷേ കല്യാണം കഴിഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ പെണ്ണിന് പാണ്ഡുരോഗം വരാൻ തുടങ്ങി. അതിങ്ങനെ പടർന്നു പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ബന്ധം പിരിഞ്ഞ പോലത്തെ അവസ്ഥ. വീട്ടിൽ കൊണ്ടുപോയി ആക്കിക്കളഞ്ഞു. ലൈറ്റ് അടിച്ചിട്ടും മരുന്നടിച്ചിട്ടും മാറുന്നില്ല. അത്രേ ഉള്ളൂ സൗന്ദര്യ ആരാധന. അവസാനം പെണ്ണ് കരഞ്ഞു പിടിച്ച് പ്രാർത്ഥിച്ച് കൗൺസിലിങ്ങും ധ്യാനം എല്ലാം കൂടി ദൈവകൃപ അല്പം മരുന്നും എല്ലാം ചെയ്തപ്പോൾ ഒന്നുകൊണ്ട് മാറാത്തത് മറ്റൊന്നുകൊണ്ട് മാറി വീണ്ടും വന്ന് തിരിച്ചു കൊണ്ടുപോയി. പാണ്ഡുരോഗം വന്നെന്നും പറഞ്ഞിട്ട് ബന്ധം ഉപേക്ഷിച്ച പോലത്തെ അവസ്ഥയായിരുന്നു. വീണ്ടും 2ാമത്തെ കുഞ്ഞുണ്ടായി. വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ അടുത്ത് വന്നൊരു കേസാണ്. ബന്ധം പിരിഞ്ഞതുപോലത്തെ കരഞ്ഞുകൊണ്ട് ആ പെണ്ണിൻ്റെ മാതാപിതാക്കളും വന്നതാണ്. സൗന്ദര്യം പോയപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചു. സുന്ദരിയായ പെണ്ണിനെ മാത്രം മതി എന്നും പറഞ്ഞ് അന്വേഷിച്ച് നടന്നവന് കിട്ടിയ 8ൻ്റെ പണിയാണ്. പ്രസവം കഴിഞ്ഞപ്പോൾ പെണ്ണിന് പാണ്ഡുരോഗം വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ എവിടെയൊക്കെയാണ് ഓരോ അഹങ്കാരിനെ എളിമപ്പെടുത്താൻ എന്തൊക്കെയാണ് കടന്നു വരുന്നതെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് വിവാഹ ജീവിതം ആ ജഡികമായ അഭിലാഷങ്ങളല്ല. ആർക്കാ എന്താ ആരെയാ നോക്കേണ്ടതെന്ന് നമുക്കറിയില്ല. ഞങ്ങളൊരു ആശുപത്രി കഴിഞ്ഞ ഗൾഫിൽ വെച്ച് അപകടം പറ്റി. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അപകടം പറ്റിയ ഒരാളെ നാട്ടിൽ കൊണ്ടുവന്ന് ഒന്നും ചെയ്യാനില്ല. ഞാനും എൻ്റെ ഭാര്യയും കൂടി പ്രാർത്ഥിക്കാനായിട്ട് പോയി. അപ്പോൾ എല്ലാവരും അതിശയപ്പെടുത്തുന്ന, എല്ലാവരും പറഞ്ഞ കാര്യം ഇതാണ്, വേറെ വല്ലവരുമാണ് പണ്ട് ഉപേക്ഷിച്ച് പോയതിനെ. ഈ പെണ്ണ് പൊന്നുപോലെ വർഷങ്ങളായിട്ട് ഇയാളെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. ആശുപത്രി എല്ലാം കൈയൊഴിഞ്ഞ് ഒന്നും ചെയ്യാനില്ല. പക്ഷേ ദൈവകൃപയാൽ വർഷങ്ങൾക്ക് ശേഷം അത്ഭുതകരമായി കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. പെണ്ണിനൊരു നല്ല ജോലിയൊക്കെ കിട്ടി. അങ്ങനെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളെല്ലാം, പരീക്ഷണങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടാകും. ഇതിനെല്ലാം തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 4-5 ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബജോലികളിൽ തൽപരരും ദയാശീലരും ഭർത്താക്കന്മാരോട് വിധേയത്വമുള്ളവരാകാനും യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ. വിധേയത്വ മനോഭാവം, ചാടിക്കടിക്കരുത്. അതുകൊണ്ടൊന്നും ആർക്കും ഒന്നും കിട്ടത്തില്ല. 1 പത്രോസ് 3:1-2 ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. വീണ്ടും 1 പത്രോസ് 3-ാം അധ്യായത്തിൽ 7-8 പറയുന്നു, ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. ഭാര്യമാരോടൊത്ത് ജീവിക്കും. കളിപ്പിക്കരുത്, കബളിപ്പിക്കരുത്. ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് അവർ പറഞ്ഞ ഇതാണ്, പിന്നെ ഭർത്താവ് വേറെ മുറിയിലാണ് കിടക്കുന്നത്. അപ്പോൾ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഇതാണ്, രാത്രി ഫോണിക്കൂടെ അങ്ങനെ ഒരുപാട് നാളായി തുടങ്ങിയിട്ട് കൂട്ടുകാരെല്ലാം കൂടി അവർ അങ്ങനത്തെ ഒരു ഇതാണ്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ എന്നെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ഒന്നും വിടത്തില്ല. പിന്നെ പോയി കഥ. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നോർത്ത് ഞാനിത് രക്തസാക്ഷീനെ പോലെ ഭാര്യ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജഡികമായ പാപത്തിന് അടിപ്പെട്ട് ജീവിക്കുന്ന തോബിത്ത് 8:7 പറയുന്നുണ്ട്, കർത്താവെ ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രേമത്താലാണ്. നിങ്ങളുടെ ഭർത്താവിനോട് ഭാര്യയോട് നിഷ്കളങ്കമായ പ്രേമമാണോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കുറവോ ബലഹീനത ഉണ്ടെങ്കിൽ കരിവാരി തേക്കുന്ന അവസ്ഥയാണോ? അങ്ങയുടെ കാരുണ്യം എനിക്കും ഉണ്ടാകട്ടെ, ഇവളോടൊത്ത് വാർദ്ധക്യത്തിൽ എത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാൽ. തോബിത്ത് 8:7. വീണ്ടും 1 കൊരിന്ത്യർ 7:14 പറയുന്നുണ്ട്, അവിശ്വാസയ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസയ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. ഇതിന് പ്രാർത്ഥനയും ദൈവവചനവും ജപമാലയും വിശുദ്ധ കുർബാനയും നിരന്തരമായ പ്രാക്ടീസും പ്രാർത്ഥനയും, ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്ന പോലെ ഓടി വന്ന ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത രോഗിയും പോകും, ചിലപ്പോൾ ചെയ്യുന്നവനും കഷ്ടപ്പാടിലാവും. അതുകൊണ്ട് പരിശ്രമവും പ്രാർത്ഥനയും പ്രത്യാശയും എല്ലാം വേണം. അല്ലാതെ ഒരു ദിവസം കൊണ്ട് ശരിയാക്കിയെടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ ഒടിഞ്ഞു പോയെന്നിരിക്കും. ഇതുപോലെ തന്നെയാണ് ഭാര്യ-ഭർത്തൃ ജീവിതം. ഭാര്യ-ഭർത്തൃ ദാമ്പത്യ ധർമ്മം നിറവേറ്റിക്കൊണ്ട് ജീവിക്കാൻ. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പുരുഷന്മാരോടും സ്ത്രീകളോടും, ഒരു പുരോഹിതനാകുന്നത് ബലിയർപ്പിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ തന്നെയാണ് ഭാര്യ-ഭർത്തൃ ജീവിതത്തിൽ ഭാര്യ-ഭർത്താക്കന്മാരും മരണം വരെ ഭാര്യ-ഭർത്തൃ ദാമ്പത്യ ധർമ്മം. വെടിയും വെക്കണം കേട്ടോ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇതൊന്നും അറിയാൻ പാടില്ല. കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. നമ്മൾ മാത്രം ഒന്നും അറിയാൻ പാടില്ല, എല്ലാം അറിയാം, വല്ലാർപാട് അറിയാൻ പാടില്ലെന്ന് പറയുന്നത് പോലെ അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് യഥാർത്ഥ ഒരു കുടുംബജീവിതം, യഥാർത്ഥ ഭാര്യ-ഭർത്തൃ ജീവിതം, മക്കൾക്ക് മാതൃക കൊടുക്കുന്ന ജീവിതം. ഞണ്ടിങ്ങനെ നടന്നിട്ട് കുഞ്ഞുങ്ങളോട് നേരെ നടക്കാൻ പറഞ്ഞാൽ നടക്കും. അതുകൊണ്ട് മക്കൾ മാതാപിതാക്കളെ കണ്ടാണ് പഠിക്കുന്നത്. ഹൃദയത്തിൻ്റെ ചിത്രത്തിൻ്റെ മുമ്പിൽ, മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അപ്പനെ കാണുമ്പോൾ, അമ്മയെ കാണുമ്പോൾ മക്കൾക്ക് മനസ്സിലാകും അവരെക്കാൾ വലിയ, അപ്പനേക്കാൾ വലിയ, അമ്മയേക്കാൾ വലിയ ഒരു ദൈവമുണ്ട്. മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുന്ന അപ്പൻ, അമ്മ, മാസത്തിലൊരിക്കലും കുമ്പസാരിക്കുന്ന അമ്മ, അപ്പൻ, ആ മക്കളോട് പറയാൻ നടക്കേണ്ട കാര്യമില്ല. അവർ തന്നെ ശരിയാ. ഇങ്ങനെ ഇനി മാറി അങ്ങോട്ട് പോയാലും തന്നെ അതൊക്കെ നേരെ വഴിക്ക് വന്നോളൂ. ഒത്തിരി കുടുംബങ്ങളുടെ അവസ്ഥകൾ ഇതുപോലെ കാണുന്നുണ്ട്. അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബജീവിതം വിജയിക്കാൻ ആവശ്യമായ ദൈവകൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു